ഈ വാഹനം പുഴയിലേക്ക് വീണിട്ടുണ്ടോ എന്നത് പരിശോധിക്കാൻ നേവിയുടെ സ്കൂബ ടീമും അല്പസമയം മുൻപ് അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നേവി സംഘം കഴിഞ്ഞ ദിവസം നദിയുടെ ഉപരിതലത്തിലെ പരിശോധനകൾ നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ സ്കൂബ സംഘവും അവിടെ എത്തിയിരിക്കുകയാണ്. അഭിലാഷ്, ഗംഗാവാലി നദിയിലെ പരിശോധന തുടങ്ങിയോ? നമ്മൾ അല്പം മാറിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാഹനം അങ്ങോട്ട് പോയിട്ടുണ്ട്. നാവികസേനയുടെ സ്കൂബ ടീമിൻ്റെ വാഹനം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഏതാണ്ട് അല്പസമയങ്ങൾക്കകം തന്നെ ഈ പരിശോധന ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ അവിടെ തന്നെ ആരംഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം നമുക്ക് ആ വിഷ്വൽസ് കാണാൻ കഴിയുന്നില്ല. ഏതായാലും സ്കൂബ ടീം എത്തുന്നു. അതോടൊപ്പം തന്നെ 2 മണിയോടുകൂടി തന്നെ കരസേന എത്തുമെന്നുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് വരുന്നത്. അതോടുകൂടി ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതേസമയത്ത് നേരത്തെ സ്കെച്ച് ചെയ്ത ഭാഗത്തുള്ള മണ്ണ് ഏതാണ്ട് 80% നീക്കം ചെയ്തു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, മറ്റ് ഭാഗത്തേക്ക് കൂടി ഈ വാഹനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ അർജുൻ്റെ ബന്ധുക്കൾ പറയുന്നത്. അതിനനുസരിച്ച് ഇപ്പോൾ ആ മേഖലയിലേക്ക് കൂടിയുള്ള മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. 2 JCB ഉപയോഗിച്ചുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത്തരത്തിൽ അവിടെയും ഈ ഇത്തരത്തിലുള്ള സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടേക്കുള്ള പരിശോധന വ്യാപിപ്പിക്കുന്നത്. ഏതായാലും ഈ ഗംഗാവാലി പുഴയിലേക്ക് ഈ വാഹനം ഒഴുകിപ്പോകാനുള്ള ഒരു സാധ്യത വലിയ തരത്തിൽ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അവിടെ കൃത്യമായ ഒരു പരിശോധനയിലേക്ക് തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ നാവികസേനയും അതോടൊപ്പം തന്നെ NDRF അടക്കമുള്ള സംഘങ്ങളൊക്കെ പരിശോധന നടത്തിയെങ്കിൽ പോലും ഈ വാഹനത്തെ കണ്ടെത്താൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എത്തിയിരുന്ന നിഗമനം എന്നുള്ളത് വാഹനം നദിയിലേക്ക് ഒഴുകിപ്പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. ഏതായാലും ISROയുടെ ചിത്രങ്ങളടക്കം വിശകലനം ചെയ്യുമ്പോൾ ഒരു പക്ഷേ അക്കാര്യത്തിലൊരു ഹിൻഡ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും ഫിസിക്കലായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് തന്നെയാണ് പോകുന്നത്. നദിയുടെ അടിത്തട്ടിൽ ഇത്തരത്തിലുള്ള പരിശോധന, വാഹനം എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യത, പ്രത്യേകിച്ച് 40 ടണ്ണിലേറെ ഭാരമുള്ള വാഹനമാണ്. ആ തരത്തിൽ ഈ വാഹനം താഴ്ന്നു പോകാനോ ചളിയിൽ കുടുങ്ങി നിൽക്കാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കും അടുത്ത ഘട്ടങ്ങളിൽ നടക്കുക. അതോടൊപ്പം തന്നെ ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികളും നേരത്തെ പോലെ തന്നെ ഊർജ്ജസ്വലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. മറ്റൊന്ന്, കാലാവസ്ഥയിൽ ഒരു മാറ്റമുണ്ട്. പ്രധാനമായും ഇപ്പോൾ മഴക്കാർ മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇടവിട്ട മഴ പെയ്യുന്നുണ്ട്. ഇത് വലിയ തരത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ദൗത്യസംഘം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്, കരയിലെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഏതായാലും കരസേന വരുന്ന മുറയ്ക്ക് ഇത് അവർ തന്നെ ഏറ്റെടുക്കുകയും ഇതിലൊരു ദിശാബോധം കൈവരികയും ചെയ്യും. അതോടൊപ്പം തന്നെ ഏത് മേഖലയിലേക്കായിരിക്കും അപകടം നടന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു നിഗമനത്തിലെത്താനും കരസേനയുടെ സാന്നിധ്യം സഹായകരമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ ഉപകരണങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് ആധുനിക രീതിയിലുള്ള ഒരു പരിശോധനയിലേക്കും കാര്യങ്ങൾ പോകും എന്നുള്ള ഒരു വിശ്വാസമാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഏതായാലും ഇവിടെയുള്ള MLA സതീഷ് സൈനി അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിലൊക്കെ നേതൃത്വം നൽകുന്നുണ്ട്. കാരണം നേരത്തെയൊക്കെ മന്ദഗതിയിലായിരുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ തീർച്ചയായിട്ടും